കരടിയും രണ്ടു കൂട്ടുകാരും. ഒരു ദിവസം ആരോമലും നന്ദനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. കാട് അപകടങ്ങൾ നിറഞ്ഞതാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഒരു വാക്കുകൊടുത്തു: എന്ത് സംഭവിച്ചാലും നമ്മൾ ഒന്നായി നിൽക്കും. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു വലിയ കരടി അവരുടെ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു. അവർ പേടിച്ച് ഒരടി മുന്നോട്ട് വെക്കാൻ പോലും കഴിഞ്ഞില്ല. നന്ദൻ ആ നിമിഷം തന്നെ അടുത്തുള്ള ഒരു മരത്തിൽ വേഗത്തിൽ കയറാൻ തുടങ്ങി. വാക്കവൻ മറന്നുപോയി. മരം കയറാൻ അറിയാത്ത ആരോമൽ എന്തു ചെയ്യും? അവൻ ബുദ്ധി ഉപയോഗിച്ചു. മരിച്ചുപോയ ഒരാളെപ്പോലെ ശ്വാസമടക്കി നിലത്ത് കിടന്നു. വലിയ കരടി ആരോമലിന്റെ അടുത്തേക്ക് വന്നു. കരടികൾ ചലിക്കാത്ത ജീവികളെ ഉപദ്രവിക്കില്ലല്ലോ. അത് അവന്റെ ചെവിക്ക് ചുറ്റും മണത്തുനോക്കി. ശ്വാസമടക്കി കിടന്നതുകൊണ്ട് ആരോമലിനൊന്നും പറ്റിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കരടിക്കു മണം മടുത്തു. അത് മെല്ലെ നടന്നു കാടിനുള്ളിലേക്ക് മറഞ്ഞു. നന്ദൻ ധൈര്യത്തോടെ മരത്തിൽ നിന്നും താഴെയിറങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് ആരോമലിനോട് ചോദിച്ചു: കൂട്ടുകാരാ, കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? ആരോമൽ ഗൗരവത്തോടെ പറഞ്ഞു: കരടി എന്നോട് ഉപദേശിച്ചു, കള്ളക്കൂട്ടിനെ വിശ്വസിക്കരുത് എന്ന്.